നിങ്ങൾക്ക് എല്ലാവർക്കും പെന്തക്കോസ്ത മഹോത്സവത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുന്നു. എന്താണ് പെന്തക്കോസ്ത എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും നാവിലേക്ക് ഓടിയെത്തുന്ന മറുപടി യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന ആവസിച്ച ദിവസം എന്നതാണ്. ഏറ്റവും ലളിതമായിട്ട് പെന്തക്കോസ്ത തിരുനാളിനെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും: ഭയത്തിന്റെ അടിമകളായിരുന്നവരെ ആത്മാവ് സ്വന്തമാക്കിയ ദിവസമാണ് പെന്തക്കോസ്ത ദിവസം. ഭയത്തിന്റെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശത്തിലേക്കുള്ള കടന്നുപോകലാണ് പെന്തക്കോസ്ത. ഉദ്ധിതനായ യേശുനാഥൻ തന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും ആത്മാവിനെ നൽകുന്നതുമാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ആത്മാവിനെ ലഭിച്ചിട്ടും സ്വീകരിച്ചിട്ടും 50 ദിവസത്തോളം ശിഷ്യന്മാര് കഥകടച്ചിരുന്നു എന്നതാണ് അപ്പോസ്തല പ്രവർത്തനം നൽകുന്ന സാക്ഷ്യവും. ആത്മാവിനെ സ്വീകരിച്ചിട്ടും സ്വന്തമാക്കിയിട്ടും അടഞ്ഞ വാതിലുകൾക്ക് പിന്നിലായി പോയ എല്ലാവർക്കും ദൈവം തരുന്ന സെക്കൻഡ് ചാൻസ് ആണ് പെന്തക്കോസ്ത. ഉള്ളിലുറങ്ങുന്ന ആത്മാവിനെ തട്ടി ഉണർത്തുവാനും ഊതി ഉജ്ജ്വലിപ്പിക്കുവാനും ദൈവം തരുന്ന സുവർണാവസരമായിട്ട് പെന്തക്കോസ്തയെ നമുക്ക് കാണാനും വ്യാഖ്യാനിക്കാനുമാവും. ആത്മാവിലുള്ള ജനനം ഇനിയും എനിക്കും നിങ്ങൾക്കും സാധ്യമാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലും പ്രതീക്ഷയുമാണ് പെന്തക്കോസ്ത തരുന്ന സന്തോഷവും ആനന്ദവും.